ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മേനെ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്തു വന്ന മോളിവുഡ് ടൈംസ് എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുള്ളവരാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്ന്, ഷറഫുദ്ദീൻ അവതരിപ്പിച്ച സച്ചിൻ ഡേവിഡ് എന്ന ക്യാരക്ടർ അച്ഛനിൽ നിന്നും മനസ്സിലാക്കുന്നതനുസരിച്ച് എന്ത് ചെയ്തിട്ടാണെങ്കിലും, മറ്റൊരാളെ വെച്ച് കഥ എഴുതിച്ചിട്ടാണെങ്കിലും, മറ്റൊരാളുടെ കഥയിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കഥകൾ സൃഷ്ടിച്ചിട്ടാണെങ്കിലും, ഏത് രീതിയിലാണെങ്കിലും തനിക്ക് മഹത്വം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇതുകൊണ്ടാണ് മരണം എന്നൊരു ചെറുകഥയെല്ലാം വിനീതിന്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്നും കഥ എടുക്കാമെന്നെല്ലാം പറയുന്നത്. എന്നാൽ ഇതിനെല്ലാം മുന്നേ സിനിമയുടെ തുടക്കത്തിൽ കുട്ടിയായിട്ടുള്ള ഈ ഒരു സച്ചിൻ ഡേവിഡിനെ കാണിക്കുന്ന സമയത്ത് തന്നെ ഇയാളുടെ ഉള്ളിലെ കള്ളത്തരം വ്യക്തമാക്കുന്നുണ്ട്. അതായത് സച്ചിൻ തന്റെ കാമുകിയായ നീതുവിന് ആ ഒരു ബുക്ക് കൊടുക്കുന്ന സമയത്ത് അത് തന്റെ അച്ഛനായിട്ടുള്ള വൈക്കൻ ഡേവിഡ് നീതുവിന് കൊടുത്തതുപോലെ, സൈൻ ചെയ്ത് കൊടുത്തതുപോലെയാണ് സച്ചിൻ എഴുതി കൊടുക്കുന്നത്. സോ ഈ ഒരു സീനിലൂടെ തന്നെ സച്ചിൻ തന്റെ കാമുകിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കള്ളത്തരങ്ങൾ കാണിക്കുന്ന വ്യക്തിയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. രണ്ട്, പിന്നീട് ചിത്രത്തിൽ ഡെവിൾസ് ഐലൻഡ് എന്നൊരു നോവലിനെ പറ്റി പറയുന്നുണ്ട്. ഈ നോവലിൽ അർഹതയുള്ളവൻ നേടിയെടുത്തിട്ടുള്ള നിധി അർഹതയില്ലാത്തവൻ തട്ടിയെടുത്തതിനെ പറ്റിയാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ആ നോവൽ എഴുതിയിട്ടുള്ള യഥാർത്ഥ പീറ്റർ എന്ന വ്യക്തി ആ നോവലിലെ നായികയ്ക്ക് അനുരാധ എന്നും നായകന് വൈക്കൻ ഡേവിഡ് എന്ന പേരും കൊടുത്തത്. കാരണം അനുരാധ എന്ന വൈക്കൻ ഡേവിഡിന്റെ കാമുക എഴുതിയിട്ടുള്ള നോവലുകളിലൂടെ എല്ലാമാണ് വൈക്കൻ ഡേവിഡ് പ്രശസ്തനായി മാറിയത്. ഇതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഡെവിൾസ് ഐലൻഡ് എന്ന കഥയുടെ ഒരു ഗ്രാഫിക്സ് ചിത്രം കാണിക്കുന്ന സമയം അതിൽ ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ട് ഒരു നിധി നേടിയെടുക്കാനായി നോക്കുന്നതായും, ആ സമയം അവിടേക്ക് ഒരാൾ വന്നുകൊണ്ട് ആ പെൺകുട്ടിയെ തോൽപ്പിച്ച് നിധി നേടിയെടുത്തുകൊണ്ട് പോകുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അവിടെ ആ സമയം കാണിക്കുന്ന അയാൾക്ക് ജഗദീഷിന്റെ മുഖമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാണിച്ചിരിക്കുന്ന ആ വ്യക്തി ആ കഥയിലെ ഡേവിഡ് ആണെന്നും ആ പെൺകുട്ടി അനുരാധയാണെന്നും മനസ്സിലാക്കാം. കൂടാതെ ഇതിനുശേഷം അയാൾ ആ നിധി എടുത്തുകൊണ്ട് ഒരു പക്ഷിയുടെ ചുമലിലേറി കടൽ കടന്നുകൊണ്ട് പോകുന്നതായും, ആ സമയം ആ പെൺകുട്ടി ആ തിരമാലകളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. പിന്നീട് വിനീത് ഹനയെ വെച്ചുകൊണ്ട് ഈ ഭാഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ തിരമാലകളെല്ലാം വരുമ്പോൾ ഹന അതിനു മുന്നിൽ ധൈര്യത്തോടെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആ നിധി ഇനി അവൾക്ക് നേടിയെടുക്കണമെങ്കിൽ അത്രയും വലിയ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും ഒടുവിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം താൻ വീണ്ടും നേടിയെടുക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വിനീത് മാധവൻ പറയുന്ന സമയത്ത് അയാളുടെ മുന്നിൽ വലിയ തിരമാലകൾ വരുന്നത് പോലെയും അയാൾ അവിടെ ധൈര്യസമേതം ഇരിക്കുന്നത് പോലെയും കാണിക്കുന്നത്. അതിലൂടെ സിനിമയിൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഇനി നേടിയെടുക്കണമെങ്കിലും അയാൾക്കും ഇത്തരത്തിൽ ഒരുപാട് വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ ഡേവിഡ് വൈക്കം മകനായ സച്ചിനോട് നിനക്ക് ഐക്യു വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ IIT-യിലെല്ലാം വളരെ വേഗത്തിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. സോ സച്ചിൻ ഇങ്ങനെ ഐക്യു കൂടുതലാണ് എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇതിനെ മുന്നേയുള്ള സീനിൽ തന്നെ അശ്രദ്ധമായിട്ടിരിക്കുന്ന സച്ചിനോട് ടീച്ചർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും സച്ചിൻ കൃത്യമായി ഉത്തരം പറയുകയും അത് കണ്ട് ടീച്ചർ ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങളിലൂടെ കാണിച്ചത്. മറ്റൊന്ന്, വിനീത് മാധവന്റെ മുറി കാണിക്കുന്ന സമയം അവിടെ ഒരുപാട് സിനിമ പോസ്റ്ററുകളും മറ്റും ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായി കാണാം. അതിൽ മിക്ക പോസ്റ്ററുകളും ഹൊറർ സിനിമകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇത് കൂടാതെ അവിടെ കൊടുത്തിരിക്കുന്നത് ജോസ്, ജുറാസിക് പാർക്ക് തുടങ്ങിയിട്ടുള്ള ഭീകരമായിട്ടുള്ള മൃഗങ്ങളെ വെച്ചുകൊണ്ടുള്ള സിനിമകളുമാണ്. സോ ഈ വിനീത് മാധവന്റെ ടേസ്റ്റ് എന്ന് പറയുന്നതും ഒന്നില്ലെങ്കിൽ ഹൊറർ സിനിമകൾ, അല്ലെങ്കിൽ മനുഷ്യനെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള മോൺസ്റ്റർ സിനിമകളുമാണ്. അതുകൊണ്ടാകാം വിനീത് മാധവൻ ഹൊറർ സിനിമകൾ കൂടാതെ ജോസ്, ജുറാസിക് പാർക്ക് തുടങ്ങിയിട്ടുള്ള ഇത്തരം ഭീകര ജീവികളുടെ ചിത്രങ്ങൾ കൂടി ഇഷ്ടപ്പെടുന്നത്. അർജുൻ എന്ന ക്യാരക്ടർ വിനീത് മാധവന്റെ സിനിമയിൽ നിന്നും പല കാര്യങ്ങൾ അടിച്ചെടുത്തുകൊണ്ടാണ് സ്വന്തം സിനിമ സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ അർജുനെ ആദ്യം കാണിക്കുന്ന സമയം അയാൾ ഒരു ടീഷർട്ടാണ് ധരിച്ചിരുന്നതെന്നും പിന്നീട് അയാൾ വിനീത് മാധവന്റെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈല് തന്നെ കോപ്പി അടിക്കുന്നതായും, അകത്ത് ഒരു വെള്ള ബനിയനും പുറത്ത് ഒരു ഷർട്ടും അങ്ങനെയുള്ള ആ ഒരു സ്റ്റൈലിലേക്ക് മാറിയിരിക്കുന്നതായും കാണാം. എന്തിന് ചില സീനുകളിൽ അയാൾ വിനീത് മാധവന്റെ അതേ ഡ്രസ്സിന്റെ നിറത്തിലുള്ള ഡ്രസ്സുകൾ തന്നെ ധരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. കൂടാതെ ആദ്യ സീനുകളിൽ അർജുനെ കാണിക്കുമ്പോഴുള്ള ഹെയർ സ്റ്റൈലിൽ നിന്നും മാറി വിനീത് മാധവന്റെ ഹെയർ സ്റ്റൈലും അയാൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതായും കാണാം. എന്തിന് ഒരിക്കൽ വിനീത് മാധവന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന, വിനീത് മാധവനോട് ഇഷ്ടമുണ്ടായിരുന്ന ഹനയെ തന്നെയും അവൻ തട്ടിയെടുക്കുന്നു. ഇങ്ങനെ മൊത്തത്തിൽ വിനീത് മാധവന്റെ ആ ഒരു ഐഡന്റിറ്റി തട്ടിയെടുത്ത് അവനെ തന്നെ അനുകരിക്കുകയാണ് അർജുൻ ചെയ്യുന്നത്.
അതേപോലെ സിനിമയുടെ ആദ്യ ഭാഗത്തെല്ലാം വിനീത് മാധവൻ ദൈവഭക്തനായിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അകത്ത് ഒരു വെള്ള ബനിയനും പുറത്ത് ഒരു ഷർട്ടും ധരിക്കുന്നതാണെങ്കിൽ പിന്നീട് ദൈവവിശ്വാസത്തിൽ നിന്നും മാറുന്ന സമയത്ത് ആ അകത്തെ വെള്ള ബനിയനെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും കറുത്ത നിറത്തുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് അയാൾ ധരിക്കുന്നതെന്ന് കാണാം. പിന്നീട് അപ്പൂപ്പന്റെ മരണശേഷമാണ് അയാൾ വീണ്ടും പഴയ വേഷങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നത്. വിനീത് മാധവൻ എന്ന ക്യാരക്ടർ കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉള്ള ആളാണ്. അടുത്ത വർഷം തന്നെ തന്റെ സിനിമ ചെയ്യും, തന്റെ ഷോർട്ട് ഫിലിമിന് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടും, ഇങ്ങനെയുള്ള അമിതാവേശം കാണിക്കുന്ന ആളാണ്. ഇതുകൊണ്ട് തന്നെ ഈ വിനീത് മാധവൻ ഷോർട്ട് ഫിലിം എല്ലാം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ സിനിമയൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും അപ്പോഴുള്ള തന്റെ യൂട്യൂബ് ചാനലിന് ഓസ്കാർ വിന്നർ വിനീത് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നതെന്നും കാണാം. അർജുൻ വിനീതിന്റെ കഥകളും വിനീതിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും എല്ലാം കോപ്പി അടിക്കുന്നതിനെ പറ്റി പറഞ്ഞു. എന്നാൽ ഇതുകൂടാതെ അർജുൻ ആഫ്റ്റർ പാർട്ടി എന്ന പേരിൽ സിനിമ ഇറക്കുന്ന സമയത്ത് ബാച്ചിലർ പാർട്ടി എന്ന സിനിമയുടെ ഏകദേശം ഒരു ലുക്കാണ് അതിന് കൊടുക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ അതിന്റെ മറ്റൊരു പോസ്റ്റർ കാണിക്കുന്ന സമയത്ത് ഹനയെ വെച്ചുള്ള ഒരു പോസ്റ്റർ കാണിക്കുന്ന സമയത്ത് അത് പൾപ്പ് ഫിക്ഷൻ എന്ന ചിത്രത്തിന്റെ അതേ കോപ്പി തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഹനയുടെ കിടപ്പും സൈഡിൽ സിനിമയിലെ നടീനടന്മാരുടെ പേരുകളുമെല്ലാം കൊടുത്തിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും തന്നെ ആ ഒരു പോസ്റ്ററിൽ നിന്നും അർജുൻ കോപ്പി അടിച്ച് വെച്ചതാണെന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, ഡേവിഡ് വൈക്കം എന്ന ജഗദീഷിന്റെ ക്യാരക്ടർ മറ്റുള്ളവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിലൂടെ പ്രശസ്തനായിട്ടുള്ള ആളാണ്. ഇതേപോലെ തന്നെയാണ് അർജുന്റെ കാര്യവും. അയാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കോപ്പി അടിച്ചുകൊണ്ടാണ് പ്രശസ്തനായിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ഒരേപോലെ തന്നെയുള്ള വ്യക്തികളാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി രണ്ടുപേരുടെ വീട്ടിലും അവരുടെ വലിയ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, വിനീതിന്റെ അപ്പൂപ്പന്റെ യഥാർത്ഥ മരണകാരണം എന്താണ്? അത് ആ നോവൽ വായിച്ചതിനു ശേഷം മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ ഹോപ്പുകളും അവസാനിക്കുന്നു എന്നതൊക്കെയാണ് ചിത്രത്തിൽ പറയുന്നതെങ്കിലും ഇതുകൂടാതെ കോമയിൽ നിന്നും ഉണർത്തെണീക്കുന്ന അപ്പൂപ്പൻ സത്യം അറിയുന്നതിലും നല്ലത് നുണ വിശ്വസിച്ച് മരിക്കുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ അപ്പൂപ്പൻ ആ നോവൽ വായിച്ചു തീർക്കുമ്പോൾ അവസാന പേജിൽ എത്തുമ്പോൾ അവിടെ ഡേവിഡ് വൈക്കത്തിന്റെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന അവസാനത്തെ 50 നോവലുകളും എഴുതിയിരുന്നത് ഡേവിഡ് വൈക്കമല്ല, പകരം പീറ്റർ എന്ന ആളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ സത്യം അറിഞ്ഞപ്പോഴായിരിക്കാം അപ്പൂപ്പൻ ഞെട്ടി കോമയിലേക്ക് വീണത്. അതായത് ഇവരെല്ലാം ആരാധിച്ചുകൊണ്ടിരുന്ന ഡേവിഡ് വൈക്കത്തെ കുറിച്ചുള്ള സത്യം അറിഞ്ഞപ്പോൾ ആ ഞെട്ടലിലൂടെ ഉണ്ടായ അറ്റാക്കിലാകാം പുള്ളി കോമയിലേക്ക് വീണതും പിന്നീട് മരിച്ചുപോയതും. ഇനി അതല്ലെങ്കിൽ ഈ അപ്പൂപ്പനും ഇതുപോലെ തന്നെ പുസ്തകങ്ങളെല്ലാം എഴുതുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൂപ്പനും അത്തരം പുസ്തകങ്ങളിൽ എന്തെല്ലാമോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നും ആ ഭയത്തിലും മരണപ്പെട്ടതാകാമെന്നും അനുമാനിക്കാം. ഷറഫുദ്ദീന്റെ സച്ചിൻ ഡേവിഡ് എന്ന ക്യാരക്ടർ മഹത്വം നേടുന്നതിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ വിനീത് തന്റെ ഫോണിൽ സച്ചിന്റെ പേര് സേവ് ചെയ്തിട്ടിരിക്കുന്നത് മഹത്വം സച്ചിൻ എന്നാണെന്ന് കാണാം. ഇനി ഈ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള സംശയമാണ്, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വ്യക്തികൾ റിയൽ ലൈഫിൽ ആരെയെല്ലാമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അഭിനവ് സുന്ദർ നായക് തന്നെ തന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് ഫിക്ഷൻ എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ചിത്രം ഒരുക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ റിയൽ ലൈഫിലുള്ള വ്യക്തികളും ഇങ്ങോട്ടേക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ റിയൽ ലൈഫിൽ ആരെല്ലാം ആകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായത് നെസ്ലന്റെ വിനീത് മാധവൻ എന്ന ക്യാരക്ടർ. അത് ഈ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള അഭിനവ് സുന്ദർ നായക് ആണെന്നതിൽ സംശയമില്ല. അഭിനവ് സുന്ദർ നായകിന്റെ ഒരു സിമിലർ ലുക്ക് തന്നെയാണ് ഈ നെസ്ലിന്റെ ക്യാരക്ടറിനും കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ചിത്രത്തിലെ വിനീത് മാധവൻ എന്ന ക്യാരക്ടർ ആദ്യമെല്ലാം ദൈവവിശ്വാസിയാണെങ്കിലും പിന്നീട് ആ വിശ്വാസമെല്ലാം മാറ്റുന്നതായും കർമ്മയിൽ വിശ്വസിക്കുന്നില്ല എന്നും കൂടാതെ ആരെയും വിശ്വസിക്കുന്നില്ല എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അഭിനവ് സുന്ദർ നായകന്റെ ആദ്യ ചിത്രം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിലും ഈ കർമ്മയെ പറ്റി പറയുന്നുണ്ട്. കർമ്മയിലൊന്നും കാര്യമില്ല എന്നും ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ആരോടും നന്ദി പറയുന്നില്ല എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അഭിനവ് സുന്ദർ നായക് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന വിനീത് മാധവൻ എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന കാര്യമാണ്. രണ്ടാമത്തത് അർജുൻ എന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടറും ബേസിലുമായി ഒരുപാട് സിമിലാരിറ്റികളുമുണ്ട്. രണ്ടുപേരും ഷോർട്ട് ഫിലിമുകൾ ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. രണ്ടുപേരും മലയാളത്തിലെ ഒരു വലിയ ഹിറ്റ് ചിത്രം അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയാവുന്ന ഒരു ചിത്രം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തികളാണ്. കൂടാതെ രണ്ടുപേരുടെ ക്യാരക്ടറുകളും ഒരുപാട് തമാശയെല്ലാം പറഞ്ഞ് എളിമയെല്ലാം കാട്ടി മറ്റുള്ളവരെ കയ്യിലെടുക്കുന്ന രീതിയിലുമാണ്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ അർജുൻ എന്ന രീതിയിൽ കാണിച്ചിരുന്നത് ബേസിൽ ജോസഫിനെ ആകാമെന്ന് നമുക്ക് കരുതാം. ഇനി മൂന്നാമത്തത് സച്ചിൻ ഡേവിഡ് എന്ന ഷറഫുദ്ദീന്റെ ക്യാരക്ടർ. സച്ചിൻ ഡേവിഡ് എന്ന ആ ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത് തന്റെ അച്ഛൻ ഒരു എഴുത്തുകാരനായിരുന്നുവെന്നും
തുടക്കമെല്ലാം അച്ഛന്റെ പേരിൽ അറിയപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് അച്ഛനെക്കാട്ടിലും വളരാൻ ശ്രമിക്കുകയും എന്നാൽ അതിൽ പരാജയപ്പെടുകയും ഒടുവിൽ അതിൽ വിജയിച്ച് വലിയൊരു സംവിധായകനായി മാറുന്നതായിട്ടും കാണിക്കുന്നു. സോ ഇത് ഒരു വ്യക്തിയെ തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ ഒരു പറ്റം വ്യക്തികളെ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന അച്ഛന്റെ പേര് കൊണ്ട് മാത്രം മറ്റുള്ളവരെ അപേക്ഷിച്ച് കഴിവുള്ളവരെ അപേക്ഷിച്ച് മുൻനിരയിലേക്ക് വരുന്ന മക്കളെ നെപ്പോട്ടിസത്തെ സൂചിപ്പിക്കുന്നത് പോലെയാകാം കാണിച്ചത്. അത് ഒരുപക്ഷെ നടന്മാരായിട്ട് വരാം, അതല്ലെങ്കിൽ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എഴുത്തുകാരായതുകൊണ്ട് സംവിധായകരായിട്ടുള്ള അച്ഛനിൽ നിന്നും വളർന്നു വരുന്ന ആ പേരുകൊടുത്തുകൊണ്ട് വളരാനായി ശ്രമിക്കുന്ന സംവിധായകരായിട്ടുള്ള വ്യക്തികളെ ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എനിക്ക് കുറച്ചുകൂടി സാധ്യത തോന്നിയത് വിനീത് ശ്രീനിവാസനെയാണ്. ഞാനിങ്ങനെ പറഞ്ഞത് വെച്ചുകൊണ്ട് സിനിമയിൽ ഈ സച്ചിന്റെ അച്ഛനായി വന്നിരിക്കുന്ന ഡേവിഡ് വൈക്കം എന്ന ജഗദീഷിന്റെ ക്യാരക്ടർ ചെയ്തതുപോലെ റിയൽ ലൈഫിൽ ശ്രീനിവാസൻ സാർ മറ്റുള്ളവരുടെ കഥകൾ മോഷ്ടിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ മറ്റുള്ളവരുടെ കഥകൾ മോഷ്ടിക്കുന്നുണ്ടെന്നോ അല്ല, പകരം സിനിമയിൽ വന്നിട്ടുള്ള മറ്റു ചില കാര്യങ്ങളാണ്. അതായത് ഈ ഒരു ചിത്രത്തിൽ അഭിനവ് സുന്ദർ നായക് ഉദ്ദേശിച്ചിട്ടുള്ള 2 പേർക്കും ചെറിയ റോളുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബേസിലിനും മറ്റേത് വിനീത് ശ്രീനിവാസനും. കൂടാതെ ഈ 2 പേരെയും സിനിമയുടെ ഒരു ഘട്ടം എത്തുമ്പോൾ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ വിനീത് മാധവൻ ആ ഒരു സിനിമ ഡിലീറ്റ് ആക്കിയതിനു ശേഷം ഒരുപാട് താരങ്ങളും മറ്റും അതിനെതിരെ പ്രതിഷേധിക്കുന്ന സമയത്ത് ഈ അഭിനവ് സുന്ദർ നായക് തന്നെ ഒരു പോസ്റ്റ് ഇടുകയും അതിൽ വിനീതിന്റെ മരണം മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുമുണ്ട്. സോ അത്തരത്തിൽ ആ ഒരു ദേഷ്യം എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ റിയൽ ലൈഫിൽ അഭിനവിന് ഈ 2 പേരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരിക്കുകയോ അതിന്റെ പേരിൽ ഇവരെ സിനിമയിൽ ഉൾപ്പെടുത്തുകയും ഒരു സീനിൽ വെച്ച് ഇവരെ കൊന്നുകളയുന്ന രീതിയിൽ കാണിച്ചതുമാകാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 2 പേരെ തന്നെയായിരിക്കാം റിയൽ ലൈഫിലും അഭിനവ് സുന്ദർ നായക് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം. ഇനി അടുത്തത് വിനീതിന്റെ ക്യാരക്ടർ. വിനീതിനെ അല്ല പറയുന്നത്, വിനീതിന്റെ ക്യാരക്ടർ, ഒരു പ്രൊഡ്യൂസറായി വന്നിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ. ഹാരിസ് ബഷീർ എന്ന ആ ഒരു പ്രൊഡ്യൂസർ വിനീത് മാധവനുമായി ചേർന്നുകൊണ്ട് ആ സിനിമ ചെയ്യുന്നത് സിനിമ വിജയിപ്പിക്കാനോ ആ സംവിധായകന് പ്രശസ്തി നേടിക്കൊടുക്കാനോ ഒന്നുമല്ല, പകരം ആ സിനിമ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സിന്റെ വിഹിതം കുറയ്ക്കുന്നതിന് വേണ്ടി, അതിലൂടെ ലാഭം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ പലപ്പോഴും ഇറങ്ങി പരാജയപ്പെട്ടു പോകുന്ന ബോംബ് പടങ്ങൾ അല്ലെങ്കിൽ ചവറ് പടങ്ങളെല്ലാം ഒരുപക്ഷെ അതിന്റെ പ്രൊഡ്യൂസർമാരും മറ്റും ഇങ്ങനെ ഗവൺമെന്റിനെ ടാക്സ് വെട്ടിക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും വേണ്ടി മറ്റുമായിരിക്കാം എടുക്കുന്നത്. സോ അത്തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സിനെയാണ് ഈ ഒരു വിനീതിന്റെ ക്യാരക്ടർ ഹാരിസ് ബഷീർ എന്ന ക്യാരക്ടർ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ വിനീത് മാധവനെ വിലക്കാനായി നടക്കുന്ന ഫയാസ് എന്ന ആ ഒരു പ്രൊഡ്യൂസർ സിനിമാ സംഘടനകളുടെയും മറ്റും തലപ്പത്തിരിക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ, ലിബർട്ടി ബഷീർ, ആൻഡോ ജോസഫ് തുടങ്ങിയിട്ടുള്ള പ്രൊഡ്യൂസർമാരെയും മറ്റ് സിനിമാ പ്രവർത്തകരെയുമെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടുമായിരിക്കാം എഴുതിയിരിക്കുന്നത്. അതേപോലെ യുവ സംവിധായകരെയും തിരക്കഥാകൃത്തുക്കളെയും എല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പണവും സമയവും എല്ലാം നഷ്ടപ്പെടുത്തി ഒരുപാട് പ്രയത്നിച്ച് എന്നാൽ ആരാരും അറിയപ്പെടാതെ പോവുകയും ചെയ്യുന്ന നല്ലവരായിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാകാം ചിത്രത്തിൽ സുനിലേട്ടൻ എന്ന ആ ഒരു കഥാപാത്രത്തെയും ഉൾപ്പെടുത്തിയത്. സോ എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.